ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. SCRT കില്ലർ സീരീസിലെ സയൻസിൻ്റെ സെഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് സൈലം PSCയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ പഠിക്കാനുള്ള പോർഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പേനയും പേപ്പറും എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ഇട്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ മാർക്കും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ SCRT കില്ലർ സീരീസിലെ സയൻസിൻ്റെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എല്ലാവരും പേപ്പറിൽ ഒന്നൊന്ന് നമ്പർ ഇട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ ഏതാണോ അത് നിങ്ങളോട് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അവസാനം നിങ്ങൾ മാർക്ക് നോക്കിയാൽ മതി. അവസാനം നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിന്റെ pH എത്രയാണ്? കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിന്റെ pH. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചല്ലോ. ആൻസർ ABCDയിൽ ഏതാന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡയേറിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഡയേറിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലൂടെ കടത്തിവിടുന്ന പ്രക്രിയ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലൂടെ കടത്തിവിടുന്ന പ്രക്രിയ. എഴുതി വെച്ചല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് അടുത്ത ചോദ്യം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ജലശുദ്ധീകരണശാലയിൽ എന്ത് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന pH വ്യത്യാസം ക്രമീകരിക്കുന്നതിനാണ് കുമ്മായം ചേർക്കുന്നത്? ഓക്കെ, ജലശുദ്ധീകരണശാലയിൽ എന്ത് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന pH വ്യത്യാസം ക്രമീകരിക്കുന്നതിനാണ് കുമ്മായം ചേർക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. നൈട്രജൻ ഓക്സൈഡുകൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുന്നു. പ്രസ്താവന മോഡലാണ്. വായിച്ചല്ലോ, എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നും കൂടി ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സമയം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് എഴുതിയിട്ട് അടുത്ത് ചെയ്യാം കേട്ടോ. അടുത്ത ഏഴാമത്തേത്, ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽ മണ്ണ് നിറച്ചു ജലമൊഴിച്ചപ്പോൾ വെള്ളത്തുള്ളികൾ വേഗത്തിൽ ചിരട്ടയിലെ ദ്വാരത്തിലൂടെ പുറത്തു വന്നു. ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം എന്താണ്? ഓക്കെ, ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽ മണ്ണ് നിറച്ചു, അതിനുശേഷം വെള്ളം ഒഴിച്ചു, വെള്ളം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു. ഇതിൽ എത്താൻ പറ്റുന്ന നിഗമനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അടുത്തത്, വാഹനങ്ങളിലെ പുകയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മലിനീകാരി. വാഹനങ്ങളിലെ പുകയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മലിനീകാരി. മാർക്ക് ചെയ്തല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കിരണം. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കിരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന് ഭാരമുണ്ട്. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നു. എല്ലാം ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എഴുതിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. ഓക്കെ, കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം. ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാറുകളുടെ എയറോഡൈനാമിക് ഘടനയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന തത്വം.
കാറുകളുടെ എയറോഡൈനാമിക് ഘടനയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന തത്വം. മാർക്ക് ചെയ്തല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവക മർദ്ദം എന്ത് ചെയ്യുന്നു? ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവക മർദ്ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ്. നിശ്വസിക്കുമ്പോൾ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിവില്ല. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, പ്രസ്താവന മോഡലാണ്. ശരിയാക്കി എന്ന് വിചാരിക്കുന്നു, എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 17. ഹീമോഗ്ലോബിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഹീമോഗ്ലോബിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. രക്തത്തിന് ചുവന്ന നിറം നൽകുന്നു. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിൽ സഹായിക്കുന്നു. ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. തെറ്റുകളില്ല, ഇവയെല്ലാം ശരിയാണ്. ഈ 3 പ്രസ്താവനയിൽ തെറ്റില്ലെങ്കിൽ ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യാം. അങ്ങനത്തെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. തെറ്റായ പ്രസ്താവന ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, എഴുതി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 18. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത്. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത്. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത്. നെക്സ്റ്റ്. വെളുത്ത രക്തകോശങ്ങൾ എത്ര തരത്തിലുണ്ട്? നമ്മുടെ വെളുത്ത രക്തകോശം എന്ന് പറഞ്ഞാൽ ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ WBC. ശ്വേതരക്താണുക്കൾ എത്ര തരത്തിലുണ്ട്? ഓക്കെ, അടുത്തത്. പാറ്റയിലെ ഹൃദയ അറകളുടെ എണ്ണം. പാറ്റയിലെ ഹൃദയ അറകളുടെ എണ്ണം. പാറ്റയിലെ ഹൃദയ അറകളുടെ എണ്ണം. 21ാമത്തെ ചോദ്യം. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അളവിൽ മാറ്റമില്ലാത്ത ഘടകം. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അളവിൽ മാറ്റമില്ലാത്ത ഘടകം. മാർക്ക് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന. നിശ്വാസവായുവിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു. ഉച്ഛ്വാസവായുവിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു. നിശ്വാസവായുവിലും ഉച്ഛ്വാസവായുവിലും ജലബാഷ്പമുണ്ട്. നിശ്വാസവായുവിൽ ജലബാഷ്പം 15%. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന. ഓക്കെ, ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 23ാമത്തെ ചോദ്യം. സാധാരണ ഹൃദയസ്പന്ദന നിരക്ക്. സാധാരണ ഹൃദയസ്പന്ദന നിരക്ക്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതൽ, പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കുറവ്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേ നിരക്ക്, ഇതൊന്നുമല്ല. സാധാരണ ഹൃദയസ്പന്ദന നിരക്ക്. മാർക്ക് ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 24ാമത്തെ ചോദ്യം. മത്സ്യത്തിന്റെ ഹൃദയ അറകൾ. മത്സ്യത്തിന്റെ ഹൃദയ അറകൾ എത്ര എണ്ണം എന്നുള്ളതാണ് മത്സ്യത്തിന്റെ ഹൃദയ അറകൾ. മത്സ്യത്തിന്റെ ഹൃദയ അറകൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആൻസേഴ്സ് മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ആൻസേഴ്സ് നോക്കാം. അപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരമാണ് എഴുതിയെങ്കിൽ ടിക്കറ്റ് വെക്കുക. എത്ര മാർക്കാണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് ലാസ്റ്റ് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിന്റെ pH എത്രയാണ്? കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിന്റെ pH. ഈ pH എന്ന് പറഞ്ഞാൽ എന്തിനാണ്? pH നമ്മൾ ആസിഡുകളും ആൽക്കലികളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം അത്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലായനി, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സൊല്യൂഷൻ,
അത് ആസിഡിന്റെ സ്വഭാവം കാണിക്കുന്ന സൊല്യൂഷൻ ആണോ അതോ ബേസിന്റെ സ്വഭാവം കാണിക്കുന്ന സൊല്യൂഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മൂല്യമാണ് pH എന്ന് പറയുന്നത് അല്ലെ. pH. ഓക്കെ, pH. അപ്പൊ pH സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാണ്? pH സ്കെയിൽ ആരാണ് കൊണ്ടുവന്നെന്ന് അറിയാമോ? കൊണ്ടുവന്നത് സോറൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? pH സ്കെയിൽ ആവിഷ്കരിച്ചത്. ഈ pH സ്കെയിലിൽ മിഡ് വാല്യൂ എത്രയാണ്? കറക്റ്റ് നടുവിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. ഓക്കെ, 7 ആണ് കേട്ടോ. നടുവിലുള്ള വാല്യൂ എത്രയാണ്? 7. ഈ pH മൂല്യം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർവീര്യലായകമാണ്. നിർവീര്യം എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രൽ ആണ്. pH 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർവീര്യമാണ്, ന്യൂട്രൽ ആണ്. നമ്മുടെ ശുദ്ധജലത്തിന്റെ pH എത്രാന്ന് ചോദിച്ചാൽ അത് 7 എന്ന് പറയണം. ശുദ്ധജലത്തിന്റെ pH എത്രാന്ന് ചോദിച്ചാൽ എത്രാന്ന് പറയണം? 7 എന്ന് പറയണം. ഇനി pH മൂല്യം 7നേക്കാൾ കൂടുന്നു എന്ന് വിചാരിക്കാം. pH മൂല്യം 7നേക്കാൾ എന്ത് ചെയ്യുന്നു? കൂടുന്നു. 8, 9 അങ്ങനെ കൂടി പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് ആൽക്കലിയുടെ സ്വഭാവം കാണിക്കും. pH മൂല്യം 7നേക്കാൾ കൂടിയാൽ ആൽക്കലിയുടെ സ്വഭാവം കാണിക്കും. ഇനി pH മൂല്യം 7നേക്കാൾ കുറഞ്ഞാലോ അത് ആസിഡിന്റെ സ്വഭാവം കാണിക്കും. pH മൂല്യം 7നേക്കാൾ കുറഞ്ഞാൽ ആസിഡിന്റെ സ്വഭാവം കാണിക്കും. അപ്പൊ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരം മിനറൽസും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. അതൊരിക്കലും പ്യുവർ ആയിട്ടുള്ള ശുദ്ധജലമല്ല. അപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് ഒരു ആവറേജ് ആയിട്ട് നമ്മളൊരു മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു മൂല്യത്തിനിടയിലുള്ള വെള്ളം കുടിക്കാനായിട്ട് സേഫ് ആണ്. നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ പറയുന്നൊരു പോയിന്റ് ആണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിന്റെ pH 6.5 മുതൽ 7.5 വരെ എന്ന് SCERT പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു 6.5 മുതൽ 8.5 വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആരോഗ്യവകുപ്പും മറ്റ് സംഘടനകളും ഒക്കെ 6.5 തൊട്ട് ഒരു 8.5 വരെ pH മൂല്യമുള്ള വെള്ളത്തെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. പക്ഷേ നമ്മുടെ SCERT പാഠപുസ്തകം പ്രകാരം 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം പ്രകാരം 6.5 മുതൽ 7.5 വരെയാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിന്റെ pH ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആൻസർ സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ജലത്തിന്റെ ഗുണനിലവാരം അത് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അല്ലേ. അപ്പോൾ പലതരം കാര്യങ്ങൾ നമ്മുടെ ജലത്തിൽ അടങ്ങിയിട്ടുണ്ട്. ശുദ്ധമായിട്ടുള്ള ജലത്തിന് കണ്ടോ, ശുദ്ധമായിട്ടുള്ള ജലത്തിന് നിർവീര്യ സ്വഭാവമാണ്. അതായത് ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. പക്ഷെ കുടിവെള്ളമായിട്ട് നമുക്കൊരു 6.5 തൊട്ട് ഒരു 7.5 വരെ pH ഉള്ള ജലത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ആ 8.5 എന്ന് പറയുന്ന വാല്യൂം ജസ്റ്റ് ഒന്ന് മനസ്സിൽ വച്ചിരിക്കാം. മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡയേറിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഇപ്പൊ വെള്ളത്തിലൂടെയൊക്കെ ജലത്തിലൂടെയൊക്കെ പകരുന്ന അല്ലെങ്കിൽ ജലത്തിലൂടെ ഉണ്ടാവാൻ മലിനമായിട്ടുള്ള ജലത്തിലൂടെ ഉണ്ടാവുന്ന രോഗമാണ് ഡയേറിയ. അത് നമുക്കറിയാം. ഈ ജലത്തിൽ ഈക്കോളി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് ഡയേറിയയ്ക്ക് കാരണമാകുന്നത്. ജലത്തിൽ ഈക്കോളി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് എന്തിന് കാരണമാകുന്നത്? ഡയേറിയയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, ഈക്കോളി ഓക്കെ അല്ലേ? ഈക്കോളി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലൂടെ കടത്തിവിടുന്ന പ്രക്രിയ. എന്താണ് ഈ സംഭവം? ജലശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം നമ്മുടെ ഈ ഒരു 7ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ PDF തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ PDF വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ആ PDF വായിക്കാതെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൈലം PSCയുടെ ടെലഗ്രാം ചാനലിനകത്ത് PDF കൊടുത്തിട്ടുണ്ട്. എൻ്റെയും ടെലഗ്രാം ചാനലിൽ PDF ഉണ്ട്. അപ്പോൾ ഈ ഒരു PDF അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ നിന്ന് എടുത്താലും മതി. ആ ഒരു PDFനകത്ത് 7ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം വായിക്കുക. അതിനകത്ത് കൃത്യമായിട്ട് ഈ ജലശുദ്ധീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പെടുന്ന ഒരു സാധനമാണ് ഇത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഘട്ടങ്ങൾ മാത്രം ഒന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 6 ഘട്ടങ്ങളായിട്ട് നമ്മുടെ ജലശുദ്ധീകരണത്തിന് ഒരു 6 ഘട്ടങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് എയറേഷൻ ആണ്. ഒന്നാമത്തെ എന്താണ്? എയറേഷൻ. അതായത് എയറേഷൻ എന്ന് പറഞ്ഞാൽ എയർ എന്ന് പറഞ്ഞാൽ എന്താ? വായു അല്ലേ? എയർ എന്ന് പറഞ്ഞാൽ വായുവാണ്. അപ്പോൾ എയറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശുദ്ധീകരിക്കേണ്ട ജലത്തെ നമ്മൾ വായുവുമായിട്ട് മിക്സ് ചെയ്യുന്നു, വായുവുമായിട്ട് കലർത്തുന്നു. അപ്പോൾ ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് എന്ത്? എയറേഷൻ. അപ്പോൾ ഇതുമൂലം ജലത്തിലെ ഓക്സിജന്റെ അളവ് കൂടുന്നു അല്ലേ? നമ്മുടെ വായുവുമായിട്ട് ജലത്തെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ജലത്തിലുള്ള ഓക്സിജന്റെ കണ്ടന്റ് കൂടില്ലേ? ഉറപ്പായിട്ടും ഓക്സിജന്റെ കണ്ടന്റ് കൂടുന്നു. രണ്ടാമത്തെ പ്രക്രിയ എന്താണ്? കൊയാഗുലേഷൻ. രണ്ടാമത്തെ പ്രക്രിയ എന്താണ്? കൊയാഗുലേഷൻ ആണ്.
ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഏത്? കൊയാഗുലേഷൻ. എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഈ ജലത്തിൽ നമ്മൾ ഈ ശുദ്ധീകരിക്കേണ്ട ജലത്തിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റസ് ഉണ്ടാവുമല്ലോ, മാലിന്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ജലത്തിൽ കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ, സോളിഡ് ആയിട്ട് കട്ടിയുള്ള മാലിന്യങ്ങളെ എന്ത് ചെയ്യുന്നു? താഴെ അടിയാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു. ജലത്തിൽ നമ്മൾ വെറുതെ വച്ചിരിക്കുന്ന സമയത്ത് ഈ ഖരപദാർത്ഥങ്ങളായിട്ടുള്ള മാലിന്യങ്ങൾ എന്ത് ചെയ്യും? താഴെ വന്ന് അടിയും, അല്ലെ? താഴെ വന്ന് അടിയും. ഇങ്ങനെ അടിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ട് എന്താണ് ചേർക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ചേർക്കുന്നത് ആലമാണ്. എന്താണ് നമ്മൾ ചേർക്കുന്നത്? ആലം ചേർക്കും. അപ്പോൾ നമ്മുടെ കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ മാലിന്യങ്ങളെ, ഖരപദാർത്ഥങ്ങളെ ജലത്തിലേക്ക് താഴെ അടിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? ആലം ചേർക്കുന്നു. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആലം ചേർക്കുന്നു. ഇനി ആലം ചേർക്കുന്ന സമയത്ത് നമ്മുടെ ജലത്തിന്റെ pH മൂല്യം എന്ത് ചെയ്യും? ജലത്തിന്റെ pH മൂല്യം എന്ത് ചെയ്യും? കുറയും. കാരണം അതിന് ആസിഡിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. ആസിഡിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ആലം ചേർക്കുന്ന സമയത്ത് ജലത്തിന്റെ pH മൂല്യം എന്ത് ചെയ്യും? കുറയും. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഈ pH മൂല്യം കുറയാൻ പാടുണ്ടോ? പാടില്ലല്ലോ. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമല്ലേ. അപ്പൊ pH കൃത്യമായിട്ട് നമ്മുടെ നോർമൽ ലെവലിൽ കൊണ്ട് നിർത്തണ്ടേ. അപ്പൊ pH ഒരുപാട് കുറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ pH ഒരുപാട് കുറയുന്ന സമയത്ത് നമ്മൾ ആ pH-നെ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ pH-നെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ആൽക്കലിയുടെ സ്വഭാവമുള്ള കുമ്മായം ചേർക്കുന്നു. എന്ത് ചേർക്കുന്നു? ആൽക്കലിയുടെ സ്വഭാവമുള്ള കുമ്മായം ചേർക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കില്ലർ സീരീസിനകത്ത് ആസിഡുകളും ആൽക്കലികളും എന്ന പാഠം നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നിർവീരീകരണ പ്രവർത്തനം എന്നൊരു സാധനം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ആസിഡും ആൽക്കലിയും ചേർക്കുമ്പോൾ നമുക്ക് നിർവീര്യ വസ്തുക്കളാണ് കിട്ടുന്നത്. നമ്മൾ ആദ്യം വെള്ളത്തിലേക്ക് ആലം ചേർത്തപ്പോൾ pH മൂല്യം കുറഞ്ഞു, ആസിഡിന്റെ ഗുണം അവിടെ കൂടി നിന്നു. നമ്മൾ അതിനകത്തോട്ട് കുമ്മായം ചേർക്കുന്ന സമയത്ത് pH കൂടി, അതായത് അതിന് ആൽക്കലിയും ആസിഡും കൂടെ ചേർന്ന് നിർവീര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അതെത്തുന്നു. അതാണ് ഈ പരിപാടി. മനസ്സിലായല്ലോ? ഇതാണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ. അടുത്ത മൂന്നാമത്തെ പ്രക്രിയ എന്താ നോക്കാം. ക്ലാരിഫ്ലോക്കുലേഷൻ. ക്ലാരിഫ്ലോക്കുലേഷൻ. ഈ മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുമല്ലോ. ഈ മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷമുള്ള തെളിഞ്ഞ വെള്ളത്തെ നമ്മൾ അടുത്ത ഘട്ടമായ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഫിൽറ്ററിലേക്ക് കടത്തിവിടുന്ന ഘട്ടമാണ് എന്ത്? ക്ലാരിഫ്ലോക്കുലേഷൻ. അപ്പൊ മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം മേളിൽ നിൽക്കുന്ന തെളിഞ്ഞ വെള്ളത്തിനെ ഫിൽറ്ററിലേക്ക് വിടുന്ന ആ ഒരു പ്രവർത്തനമാണ് ക്ലാരിഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം ഫിൽറ്ററേഷൻ ആണ്. ഫിൽറ്റർ എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ മാലിന്യങ്ങളും താഴെ വന്ന് അടിയണം എന്നില്ല, അല്ലേ? അപ്പൊ അങ്ങനെ അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്ററിൽ വെച്ച് നമ്മൾ അരിച്ചെടുക്കും. ഫിൽറ്ററിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു. ഇനി മുകളിൽ മണലും അടിത്തട്ടിൽ വലുപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. പലതരം സ്ഥലങ്ങളിൽ പലതരം ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അടുത്ത ക്ലോറിനേഷൻ ആണ്. ഇനി ഈ ഫിൽറ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ രോഗകാരികളോ എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ആ വെള്ളത്തിൽ ഉണ്ടെങ്കിലോ ആ വെള്ളത്തെ അണുവിമുക്തമാക്കാൻ വേണ്ടി, ഫിൽറ്റർ ചെയ്ത് വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ക്ലോറിൻ വാതകം ചേർക്കും, അല്ലെ? ക്ലോറിന് അണുനാശക സ്വഭാവം ഇല്ലേ? നമ്മുടെ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ പബ്ലിക് ടാപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിനകത്ത് ക്ലോറിന്റെ ചുവ ഉണ്ടാവില്ലേ? ക്ലോറിന്റെ ഒരു ഗന്ധം ഉണ്ടാവാറില്ലേ? അപ്പോൾ ഈ ഒരു അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ക്ലോറിൻ ചേർക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചേർക്കാറുണ്ട്? ബ്ലീച്ചിങ് പൗഡർ ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ജലത്തിനെ അണുവിമുക്തമാക്കാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിനോ ചേർക്കുന്നു. ഇനി നമ്മൾ സംഭരണമാണ്, നമ്മൾ സ്റ്റോർ ചെയ്യണം, അല്ലെ? ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണി എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇനി ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയാമോ? മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലൂടെ കടത്തിവിടുന്ന പ്രക്രിയ എന്താണത്? ക്ലാരിഫ്ലോക്കുലേഷൻ, അല്ലെ? മൂന്നാമത്തെ ഓപ്ഷൻ സി ആണ്. ക്ലാരിഫ്ലോക്കുലേഷൻ ആണ് ആൻസർ. ക്ലാരിഫ്ലോക്കുലേഷൻ. ടെക്സ്റ്റിന്റെ PDF നിങ്ങൾ വായിക്കണം. ഇതുണ്ടെങ്കിലും ടെക്സ്റ്റിൽ അതിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രവും ഉറപ്പായിട്ട് നിങ്ങൾ കാണാം. SCRT പഠിച്ചാൽ അതിന്റെ ഗുണം ഉറപ്പായിട്ടും വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നടന്ന എക്സാമിന് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ലൊരു ശതമാനം ചോദ്യങ്ങളും SCRT പാഠഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. വളരെ വലിയൊരു ശതമാനം. അപ്പോൾ പഠിച്ചാൽ ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല, അത് യൂസ്ഫുൾ തന്നെ ആകും. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ആ ഒരു SCRTന്റെ പോർഷൻസ് കൃത്യമായിട്ട് വായിച്ച് തന്നെ ഈ ഒരു കില്ലർ സീരീസിൽ പങ്കെടുക്കാം. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം കോളറ, ക്ഷയം, ഡിസെൻട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ A ആൻഡ് C എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം? അറിയാമോ നിങ്ങൾക്ക്? കുടിവെള്ളത്തിലൂടെ പകരുന്നത് കോളറയും ഡിസെൻട്രിയും കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പൊ A ആൻഡ് C, ഓപ്ഷൻ D ആണ് ഉത്തരം. A ആൻഡ് C, ഓപ്ഷൻ D ആണ് ഉത്തരം. A ആൻഡ് C, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ഓക്കെ. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചതിനകത്ത് നിന്ന് വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും.
ജലശുദ്ധീകരണശാലയിൽ എന്ത് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന pH വ്യത്യാസം ക്രമീകരിക്കുന്നതിനാണ് കുമ്മായം ചേർക്കുന്നത്. ജലശുദ്ധീകരണത്തിൽ നമ്മൾ രണ്ടാമത്തെ കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ നമ്മൾ ആ മാലിന്യങ്ങളെ, ഖരമാലിന്യങ്ങളെ അടിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലം ചേർത്തു. ആലം ചേർത്തപ്പോഴല്ലേ pH കുറഞ്ഞു പോയേ? അപ്പോഴല്ലേ നമ്മൾ കുമ്മായം ചേർത്തത്. അപ്പൊ എന്ത് ചേർക്കുമ്പോഴുള്ള pH മൂല്യത്തെ ക്രമീകരിക്കുന്നതിനാണ് കുമ്മായം ചേർത്തത്? ആലം, അല്ലെ? ആലമാണ്. ഓക്കെ, ആലം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ശരിയല്ലാത്ത പ്രസ്താവന നമുക്ക് വായിച്ചു നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അത് ശരിയാണ്. നൈട്രജൻ ഓക്സൈഡുകൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. അതും ശരിയാണ്. നൈട്രജന്റെ ഓക്സൈഡുകളും സൾഫറിന്റെ ഓക്സൈഡുകളും എന്തിന് കാരണമാകുന്നു? അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. ഈ ഫാക്ടറിയിൽ നിന്നും മറ്റ് വ്യവസായശാലകളിൽ നിന്നുമൊക്കെ ഈ സൾഫറിന്റെ ഓക്സൈഡുകളും നൈട്രജന്റെ ഓക്സൈഡുകളും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് മഴവെള്ളവുമായിട്ട് ചേർന്നിട്ട് ആസിഡിന്റെ ഗുണമുള്ള പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാകും. ആസിഡിന്റെ ഗുണമുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാവും. എന്നിട്ട് ഇത് മഴവെള്ളത്തോടൊപ്പം താഴേക്ക് വരുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ. അത് നമ്മുടെ സസ്യജന്തുജാലങ്ങൾക്ക് എല്ലാം തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ നൈട്രജന്റെ ഓക്സൈഡുകൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. അത് ശരിയാണ്. മൂന്നാമത്തേത് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. പലർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണിത്. ഓക്കെ, എന്താണ് അവിടുത്തെ പ്രശ്നം? ഇതാണ് തെറ്റ് കേട്ടോ. ഈ ഒരു പ്രസ്താവനയാണ് തെറ്റ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. എന്താണ് തെറ്റെന്ന് നോക്കാം. നോക്കോ, അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാൻ വായിക്കട്ടെ. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അത് ശരിയാണ്. അപ്പൊ ഞാനിതൊന്ന് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കിക്കോളൂ. അതായത് ഇപ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ ഇല്ലേ, ഹീമോഗ്ലോബിൻ, ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ചേർന്നുണ്ടാവുന്ന സംയുക്തമാണ് ഓക്സി ഹീമോഗ്ലോബിൻ. എന്താണ്? ഓക്സി ഹീമോഗ്ലോബിൻ. ഇനി ഈ ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്നുണ്ടാവുന്ന സംയുക്തമാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. എന്താണ്? കാർബമിനോ ഹീമോഗ്ലോബിൻ. ഇനി ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായി ചേർന്നുണ്ടാവുന്ന സംയുക്തമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, കാർബോക്സി ഹീമോഗ്ലോബിൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരുമ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ് ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡുമായിട്ട് ചേരുമ്പോഴാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേരുമ്പോൾ കാർബോക്സി എന്ന് പറയുന്നത് തെറ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേരുമ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിൻ വേണം ഉണ്ടാകേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ വളരെ സ്ഥിരതയുള്ള സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നയാളാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് സംയോജിച്ച് ഈ പറയുന്ന പോലെ ഓക്സി ഹീമോഗ്ലോബിനും കാർബമിനോ ഹീമോഗ്ലോബിനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ആവശ്യമുള്ള സമയം എത്തുമ്പോൾ അതായത് ഈ ഒരു സംയുക്തം ഉണ്ടായിട്ട് നമ്മുടെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആവശ്യം എവിടെയാണോ വരുന്നത് ആ ഒരു സമയമാവുന്ന സമയത്ത് ഈ ഓക്സി ഹീമോഗ്ലോബിനും കാർബമിനോ ഹീമോഗ്ലോബിനും വിഘടിച്ചിട്ട് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും സ്വതന്ത്രമാക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ശ്വസന വ്യവസ്ഥ പഠിക്കുന്നുണ്ട്. അന്നേരം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്താ സംഭവം നോക്കാം. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആള് ഒരു വിഷവാതകമാണ്. എങ്ങാനും ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കാൻ നമ്മൾ ഇടവരികയാണെന്നുണ്ടെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സ്ഥിരത കൂടിയ സംയുക്തമായിട്ട് മാറുന്നു. ഇങ്ങനെ ഈ സ്ഥിരത കൂടിയ സംയുക്തമായിട്ട് മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കില്ല. അതായത് ഇത് ഡീകമ്പോസ് ചെയ്യില്ല, ഇത് വിഘടിക്കില്ല. ഓക്കെ, ഇങ്ങനെ വിഘടിക്കാതെ ഇരിക്കുമ്പോൾ എന്താണ് പ്രശ്നം? ഇങ്ങനെ വിഘടിക്കാതിരിക്കുന്ന സമയത്ത് ഈ കാർബോക്സി ഹീമോഗ്ലോബിന്റെ കൂടെ ഇരിക്കുന്ന ഈ ഹീമോഗ്ലോബിൻ ഇല്ലേ, ഈ ഹീമോഗ്ലോബിൻ തന്മാത്ര അങ്ങ് നശിച്ചു പോകും. ഇങ്ങനെ ഹീമോഗ്ലോബിൻ തന്മാത്ര നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ ഒന്നും കിട്ടാതാവുകയും അത് കുറച്ച് കൂടുതൽ അളവിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കാൻ ഇടവരികയാണെങ്കിൽ മരണത്തിന് പോലും കാരണമായേക്കാവുന്നൊരു പ്രശ്നമാണ് ഈ കാർബൺ മോണോക്സൈഡ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അടുത്തത്
ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽ മണ്ണ് നിറച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഈ വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോയി എങ്കിൽ ഈ മണ്ണിനെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് പറയാൻ പറ്റും? അതായത് ദ്വാരമുള്ള ചിരട്ടയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു, മണ്ണിൽ നിറച്ചിട്ട് വെള്ളം ഒഴിച്ചു, പെട്ടെന്ന് തന്നെ വെള്ളം കംപ്ലീറ്റ് വാർന്നു പോയി എന്ന് പറഞ്ഞാൽ ഈ ചരൽ മണ്ണിന് ഒട്ടും തന്നെ വെള്ളത്തെ പിടിച്ചു വെക്കാനുള്ള കഴിവില്ല എന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? ജലത്തെ ആഗിരണം ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ശേഷി ഈ ചരൽ മണ്ണിന് ഇല്ല. അപ്പോൾ മണ്ണിന് ജല ആഗിരണ ശേഷി കുറവാണ്. മണ്ണിന് ജല ആഗിരണ ശേഷി എന്താണ്? കുറവാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മണ്ണിന് ജല ആഗിരണ ശേഷി കുറവാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഇപ്പോൾ ഒരു 3 ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ പല ടൈപ്പ് മണ്ണ് എടുത്തെന്ന് വിചാരിച്ചോ. ഇത് എ എന്ന് പറയുന്ന ടൈപ്പ്, ഇത് ബി എന്ന് പറയുന്ന ടൈപ്പ്, അത് സി എന്ന് പറയുന്ന ടൈപ്പ്, പല ടൈപ്പ് മണ്ണ് നമ്മൾ എടുത്തു. ഇനി ഈ മണ്ണിലെ ജൈവാംശത്തിന്റെ അളവ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. മണ്ണിലെ ജൈവാംശത്തിന്റെ അളവ് കണ്ടുപിടിക്കണം എന്ന് ചിന്തിക്കുക. ജൈവാംശത്തിന്റെ അളവ്. ഓക്കെ, മണ്ണിൽ ജൈവാംശത്തിന്റെ അളവ് കൂടിയാൽ ആ മണ്ണ് കൃഷിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണാണ്. മണ്ണിലെ ജൈവാംശത്തിന്റെ അളവ് കൂടുമ്പോൾ ആ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. മനസ്സിലായല്ലോ പറഞ്ഞ കാര്യം? ഓക്കെ, ഈ മണ്ണിലെ ജൈവാംശത്തിന്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഉപയോഗിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം. നമ്മൾ ഈ 3 മണ്ണിലേക്കും നമ്മൾ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഏതാനും ഡ്രോപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഒഴിക്കുന്നു എന്ന് വിചാരിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഒഴിക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് ഓക്സിജൻ പുറത്തേക്ക് വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് 3 സാമ്പിൾ എടുത്തു, അതിലേക്ക് കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടിച്ചിട്ട് ആര് പുറത്തേക്ക് വരും? ഓക്സിജൻ പുറത്തേക്ക് വരും. ഓക്കെ, ഈ ഓക്സിജൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരുന്ന ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. പതഞ്ഞു പൊങ്ങി എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. നന്നായിട്ട് പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരും. അപ്പൊ ഏതാണോ ഏറ്റവും പെട്ടെന്ന് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് വന്നത്, ഏത് മണ്ണിലാണോ ആ ഒരു പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് വന്നത്, അവിടെ ആ ഒരു മണ്ണിലായിരിക്കും കൂടുതൽ ജൈവാംശം അടങ്ങിയിട്ടുള്ളത്. ആ മണ്ണായിരിക്കും കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം എന്താണ് ചോദിക്കുന്നത്? മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിക്കാം. അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഒഴിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആ പതഞ്ഞു പൊങ്ങി വന്നത്, അതിന് കാരണമായ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണെന്നും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. വാഹനങ്ങളിലെ പുകയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മലിനീകാരി ഏതാന്ന് ചോദിച്ചാൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ്, കാർബൺ മോണോക്സൈഡ്. പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് വരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മലിനീകാരി കാർബൺ മോണോക്സൈഡ്, CO ആണ്. ഓക്കെ, CO. അടുത്തത് ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കിരണം. നമ്മുടെ വീട്ടിലൊക്കെ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? UV ട്രീറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. UV അതായത് അൾട്രാ വയലറ്റ് രശ്മികളെയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അൾട്രാ വയലറ്റ്. അൾട്രാസോണിക് എന്ന് ആരെങ്കിലും എഴുതിയോ? അൾട്രാസോണിക് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അൾട്രാ വയലറ്റ് ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? അൾട്രാ വയലറ്റ് കിരണം. UV ട്രീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു നീല ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ഈ വാട്ടർ പ്യൂരിഫയറിനകത്തൊക്കെ നമുക്കൊരു ബ്ലൂ കളർ ലൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഒരു അൾട്രാ വയലറ്റ് കിരണങ്ങൾ വരുന്നതാണ്. ഓക്കെ, അൾട്രാ വയലറ്റ് ആണ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വേണമല്ലോ, വായുവിന് സ്ഥിതി ചെയ്യണമെങ്കിൽ സ്ഥലം വേണം. വായുവിന് ഭാരമുണ്ട്. ശരിയാണ്, വായുവിന് ഭാരമുണ്ട്. അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നു. ശരിയാണ്. അതായത് മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? മർദ്ദം, പ്രഷർ. മർദ്ദം എന്ന് പറഞ്ഞാൽ ബലം ബൈ പരപ്പളവ് അല്ലെങ്കിൽ ബലം ബൈ വിസ്തീർണം എന്ന് പറയാം. ബലം ബൈ വിസ്തീർണം, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ എന്താണ് അന്തരീക്ഷമർദ്ദം? അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലം. അന്തരീക്ഷവായു പ്രയോഗിക്കുന്ന ബലം എത്രയിൽ? യൂണിറ്റ് വിസ്തീർണത്തിൽ. അപ്പോൾ അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തിനെ നമുക്ക് എന്ത് പറയാം? അന്തരീക്ഷമർദ്ദം എന്ന് പറയാം.
നമ്മുടെ അന്തരീക്ഷവായു ഒരു യൂണിറ്റ് വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയൊരു ഏരിയ, അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ചെറിയൊരു ഏരിയ. ആ ഒരു ഏരിയയിൽ എത്ര ബലമാണോ പ്രയോഗിക്കുന്നത് ആ ബലത്തിനെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അത് ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്ഥിരമായിട്ട് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് ബാർ ആണ്. ഓക്കെ, അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് ബാർ ആണ് കേട്ടോ. ബാർ ആണ്. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? ബാർ. ഓക്കെ, ബാർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാന്നറിയോ? ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി ആണ്. ആരാണ്? ടോറിസെല്ലി. ഓക്കെ, ടോറിസെല്ലി. ഇനി അടുത്തത്, ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? അറിയോ? ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം. നിങ്ങൾ മെർക്കുറീനെ അന്വേഷിച്ചോ? ആരെങ്കിലും മെർക്കുറീനെ അന്വേഷിച്ചോ? മെർക്കുറിയുടെ മലയാളം വാക്കാണ് രസം. മെർക്കുറിയുടെ മലയാളം വാക്കാണ് രസം. അപ്പൊ രസം അല്ലെങ്കിൽ മെർക്കുറിയാണ് നമ്മൾ സാധാരണയായിട്ട് ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? നോക്കൂ, ടെക്സ്റ്റിലുള്ള കട്ടിംഗ് ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. വിവിധ തരം ബാരോമീറ്ററുകൾ ഉണ്ട്. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷ മർദ്ദം അളന്നത് ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും വേണ്ട. ഇനി എന്ത് ചെയ്തു? ഇതോടെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഗലീലിയോയുടെ നിർദ്ദേശമനുസരിച്ച് മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിന്റെ തത്വം അദ്ദേഹം ആവിഷ്കരിച്ചു. അപ്പൊ ഗലീലിയോയുടെ നിർദ്ദേശപ്രകാരമാണ് ടോറിസെല്ലി എന്ത് ചെയ്തത്? മെർക്കുറി ഉപയോഗിച്ചുകൊണ്ടുള്ള ബാരോമീറ്റർ നിർമ്മിക്കാൻ കാരണമായത്. അപ്പൊ ഗലീലിയോയുടെ നിർദ്ദേശമനുസരിച്ച് മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിന്റെ തത്വം എന്ത് ചെയ്തു? ടോറിസെല്ലി ആവിഷ്കരിച്ചു. അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നത് എന്നും അദ്ദേഹം കണ്ടെത്തി. ഇതിനനുസരിച്ച് 1644 അദ്ദേഹം എന്ത് ചെയ്തു? മെർക്കുറി ബാരോമീറ്റർ ഉപയോഗിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ മെർക്കുറി ബാരോമീറ്റർ ടോറിസെല്ലി ഗലീലിയോന്റെ നിർദ്ദേശപ്രകാരമാണ്. ആ കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇതൊക്കെ വലിയ ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത, കാറുകളുടെ എയറോഡൈനാമിക് ഘടനയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന തത്വം എന്താണ്? അത് ബെർണോളി തത്വമാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബെർണോളി തത്വമാണ് കാറുകളുടെ എയറോഡൈനാമിക് ഘടന. അതേപോലെ വിമാനം പറന്നുയരുന്നത്, അതിനകത്ത് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന തത്വം ചോദിച്ചാലും ഏതാണ്? ബെർണോളി തത്വമാണ്. വിമാനം പറന്നുയരുന്നത് ബെർണോളി തത്വമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ? ബെർണോളി തത്വം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ക്ലാസ്സിൽ നമ്മൾ ബെർണോളി തത്വം ഇപ്പോൾ ഇതൊരു 7ാം ക്ലാസ് ലെവലാണ്. ഒരു +1 +2 ലെവലിലേക്കും ഒരു ഡിഗ്രി ലെവലിലേക്കും ഒക്കെ ബെർണോളിസ് പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. അപ്പം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ബെർണോളിസ് തത്വം അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു 7ാം ക്ലാസ്സുകാരന് മനസ്സിലാകേണ്ട രീതിയിലുള്ള ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വലിയ ക്ലാസ്സുകളൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല, 7ാം ക്ലാസ്സുകാരന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ ചുരുക്കി എഴുതിയിരിക്കുകയാണ്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ 2 ബലൂൺ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചോ. 2 ബലൂൺ നമ്മൾ അടുത്തടുത്തായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ ബലൂണിന്റെ കൃത്യം നടുവിലേക്ക് നമ്മൾ നന്ന ശക്തമായിട്ട് ഊതുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ശരി. ഈ ബലൂൺ 2 വശത്തേക്ക് പോകും എന്ന് ചിലരെങ്കിലും ചിന്തിക്കാം. നമ്മൾ ശക്തമായിട്ട് ഇതിന്റെ നടുവിലേക്ക് ഊതുന്ന സമയത്ത് ഈ ബലൂൺ 2 ദിശയിലേക്ക് പോകും എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ ബലൂണുകൾ എന്ത് ചെയ്യും? ഈ ബലൂണുകൾ അടുത്തേക്ക് വരും. ഓക്കെ, ഈ ബലൂണുകൾ എന്ത് ചെയ്യുന്നു? ഈ ബലൂണുകൾ അടുത്തേക്ക് വരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ശക്തമായിട്ട് ഇതിന്റെ നടുവിലേക്ക് ഊതുന്ന സമയത്ത് വായു വേഗത്തിൽ ചലിക്കുന്നുണ്ടല്ലോ. വായു വേഗത്തിൽ ചലിച്ചപ്പോൾ അവിടുത്തെ മർദ്ദം കുറഞ്ഞു. ആ ഒരു നടുവിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വായു വളരെ വേഗത്തിൽ ചലിച്ചപ്പോൾ ആ ഒരു സ്ഥലത്തുള്ള മർദ്ദം എന്ത് ചെയ്തു? മർദ്ദം കുറഞ്ഞു. ഓക്കെ, ഇനി എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് സാധനത്തിന്റെയും ഒരു ഒഴുക്കുണ്ടാവും. അതായത് എന്ത് സാധനം ആയിക്കോട്ടെ, അത് വായു ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ,
കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകാനുള്ളൊരു പ്രവണത കാണിക്കും. എന്താണേലും ശരി, കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകാനുള്ള ഒരു പ്രവണത എന്ത് ചെയ്യും? അത് കാണിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മൾ നല്ല ചൂടുള്ള വെള്ളവും തണുത്ത വെള്ളവും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഈ ചൂടുള്ള വെള്ളത്തിൽ നിന്ന്, ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് ആ താപോർജ്ജം ഒഴുകിയില്ലേ, അതേപോലെ എന്തും കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകാനൊരു ടെൻഡൻസി അല്ലെങ്കിൽ പ്രവണത കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വേഗത്തിൽ നമ്മളിങ്ങനെ ഊതിയ സമയത്ത് അവിടെ എന്താന്ന് പറഞ്ഞു? വായു വേഗത്തിൽ ചലിച്ചപ്പോൾ മർദ്ദം കുറഞ്ഞു എന്ന് പറഞ്ഞു അല്ലെ. ബാക്കി ഈ പുറത്താണെങ്കിൽ മർദ്ദം കൂടുതലല്ലേ? പുറത്ത് മർദ്ദം കൂടുതലല്ലേ? പുറത്ത് മർദ്ദം കൂടുതലാണ്. ഈ വായു പെട്ടെന്ന് ചലിച്ച സ്ഥലത്താണെങ്കിൽ മർദ്ദം കുറവാണ്. ഓക്കെ, മർദ്ദം കുറവാണ്. അപ്പൊ വായു എന്ത് ചെയ്യും? ഈ മർദ്ദം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ പോകും, ഈ വായു പോകും. അങ്ങനെ ഈ രണ്ട് വശത്തും, ഇവിടെയും മർദ്ദം കൂടുതലാണ്, ഇവിടെയും മർദ്ദം കൂടുതലാണ്, നടുവിൽ കുറവാണ്. ഓക്കെ, അപ്പൊ ഈ മർദ്ദം കൂടുതലുള്ള രണ്ട് സ്ഥലത്തു നിന്നും വായു മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ബലൂണുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഈ ബലൂണുകൾ തമ്മിൽ അടുക്കുന്നു. ഈ ബലൂണുകൾ തമ്മിൽ അടുക്കുന്നു. ക്ലിയർ ആണോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇത് വിശദീകരിച്ചത് ബെർണോളി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബെർണോളിയുടെ തത്വം എന്നറിയപ്പെടുന്നു. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ക്ലിയർ? നെക്സ്റ്റ്, ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവക മർദ്ദം. അതായത് ഇപ്പൊ നമ്മളിതാ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഇവിടം വരെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം, ഇവിടം വരെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ശരി. ഇവിടെ നമ്മൾ ഒരു 3 തുള ഇട്ടിട്ടുണ്ട്. ദാ ഇവിടെ ഒരു ദ്വാരമുണ്ട്, ദാ ഇവിടെ ഒരു ദ്വാരമുണ്ട്, ദാ ഇവിടെ ഒരു ദ്വാരമുണ്ടെന്ന് ചിന്തിക്കാം. ഇതിൽ നമ്മൾ എന്നിട്ട് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ എന്ത് ചെയ്യും? ദാ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഇതിൽ നിന്നാണെങ്കിൽ ദാ ഇങ്ങനെ വെള്ളം പോകുന്നു, ഇതിൽ നിന്നാണെങ്കിൽ ദാ ഇങ്ങനെ വെള്ളം പോകുന്നു അല്ലേ, ഇങ്ങനെ വെള്ളം പോകുന്നു. അപ്പോൾ ദ്രാവക ഉപരിതലത്തിൽ ഈ പോയിന്റ്സിന് ഞാൻ ABC എന്നിങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ABC എന്ന് മാർക്ക് ചെയ്യാണ്. ഈ ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും, അപ്പോൾ ഈ A എന്ന് പറയുന്ന പോയിന്റ് ഇത്രയും ആഴത്തിലാണ് ഇരിക്കുന്നത്, B എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇത്രയും ആഴത്തിലാണ് ഇരിക്കുന്നത്, C എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇത്രയും ആഴത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും അവിടുത്തെ ദ്രാവക മർദ്ദം എന്ത് ചെയ്യുന്നു? ദ്രാവക മർദ്ദം കൂടുന്നു. ദ്രാവക മർദ്ദം എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഈ എയിലാണോ ബിയിലാണോ സിയിലാണോ ഏറ്റവും കൂടുതൽ മർദ്ദമുള്ളതെന്ന് ചോദിച്ചാൽ ഏതിലെന്ന് പറയണം? സിയിലാണെന്ന് പറയണം. സിയിലാണെന്ന് പറയണം. കാരണം ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം എന്ത് ചെയ്യണം? ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം എന്ത് ചെയ്യണം? കൂടണം. ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടണം. ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം എന്ത് ചെയ്യണം? കൂടണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 16ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. 8ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തെക്കാൾ അല്പം വലുതാണ്. വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തെക്കാൾ അല്പം വലുതാണ്. ശരിയാണ്. വലത് വലുത് എന്ന് പഠിച്ചാൽ മതി. വലത് വലുത് എന്ന് പഠിച്ചാൽ മതി. വലത് വലുത് എന്ന് പഠിക്കാം. നിശ്വസിക്കുമ്പോൾ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയാമോ എന്താണ് നിശ്വാസം, എന്താണ് ഉച്ഛ്വാസം എന്നറിയോ? എന്താണ് നിശ്വാസം, എന്താണ് ഉച്ഛ്വാസം? നമുക്കതൊന്ന് പഠിക്കാം, പഠിച്ചിട്ട് തിരിച്ചു വരാം. ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്. ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്കാണ് ഉച്ഛ്വാസം. അതായത് വായു നമ്മൾ ഉള്ളിലേക്ക്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. നിശ്വാസം എന്ന് പറഞ്ഞാൽ വായുവിനെ പുറത്തേക്ക് വിടുന്നതിന് പറയുന്ന പേരാണ് എന്ത്? നിശ്വാസം. അപ്പൊ വായു ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസം, പുറത്തേക്ക് വിടുന്നത് നിശ്വാസം. ഓക്കെ, നന്നായിട്ട് ആലോചിക്കണേ. നമ്മൾ ഉള്ളിലേക്ക് വായു എടുക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഔരസാശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, തൊറാക്സ് എന്ന് പറയുന്ന ഭാഗം, ഔരസാശയം, ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഔരസാശയം. വായു നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ വായു അകത്തേക്ക് പോകുന്നു. അപ്പൊ ഔരസാശയത്തിന്റെ ഓളിയം കൂടണ്ടേ? ഔരസാശയം വലുതാവണ്ടേ? ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടണ്ടേ? വായു ഉള്ളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി എന്ത് ചെയ്യണം? കൂടണം. ഇനി നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് സാധനവും കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് വായു നമ്മുടെ ഉള്ളിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ പുറത്ത് വായുവിന്റെ മർദ്ദം കൂടുതലും അകത്ത് മർദ്ദം കുറവുമായിരിക്കണ്ടേ?
അല്ലേ? മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് എപ്പോഴും ഒഴുക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വായു എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വായു വരണം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഔരസാശയത്തിന്റെ ഉള്ളിലുള്ള വായുമർദ്ദം എന്താണ്? വായുമർദ്ദം കുറവാണ്. പുറത്താണെങ്കിൽ വായുമർദ്ദം കൂടുതലാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉച്ഛ്വാസം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അവിടുത്തെ വോളിയം കൂടുന്നു. ഇനി ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. ഔരസാശയത്തിൽ അതിന്റെ ഉള്ളിലുള്ള വായുമർദ്ദം എന്ത് ചെയ്യും? കുറയും. അതായത് പുറത്ത് കൂടുതലാണ്, അകത്ത് കുറവാണ്. വായു ഉള്ളിലേക്ക് പ്രവേശിക്കും. വായു ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇനി നിശ്വാസ പ്രക്രിയ നോക്കൂ. അതായത് നമ്മൾ നിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എക്സ്ഹേൽ ചെയ്യാണ്, വായുവിനെ നമ്മൾ പുറത്തേക്ക് കളയാണ്. ഇങ്ങനെ പുറത്തേക്ക് കളയുന്ന സമയത്ത് നമ്മുടെ ഔരസാശയത്തിന്റെ വ്യാപ്തം കൂടണോ കുറയണോ? നമ്മുടെ ഉള്ളിലുള്ള വായുവിനെ നമ്മൾ പുറത്തേക്ക് കളയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഔരസാശയത്തിന്റെ വ്യാപ്തം കുറയണം. ശരിയല്ലേ? ഔരസാശയത്തിന്റെ വോളിയം കുറയണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ മർദ്ദം കൂടിയ ഭാഗത്തുനിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് വായു ചലിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വായു പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔരസാശയത്തിനുള്ളിലെ മർദ്ദം കൂടുതലാണ്, പുറത്ത് മർദ്ദം കുറവാണ്. ശരിയാണോ? അപ്പൊ ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. അപ്പോൾ ഔരസാശയത്തിലെ വായുമർദ്ദം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടും. നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വായു എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. പറഞ്ഞ മനസ്സിലായോ? ഡയഫ്രം എന്താന്ന് പറഞ്ഞുതരാം. ക്ലിയർ? അപ്പൊ വായിച്ചു നോക്ക്. നിശ്വസിക്കുമ്പോൾ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. നിശ്വസിക്കുമ്പോൾ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. അല്ലല്ലോ, നിശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതാണ്. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. തെറ്റല്ലേ അത്? നിശ്വസിക്കുമ്പോൾ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നിശ്വസിക്കുന്ന സമയത്ത് വ്യാപ്തി കുറയുകയാണ് വേണ്ടത്, അല്ലെ? ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുകയാണ് വേണ്ടത്. ഓക്കെ, കുറയുകയാണ് വേണ്ടത്. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിവില്ല. ശരിയാണ്. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. അപ്പൊ ഇവിടെ ആൻസർ ബി ആണ് വരുന്നത്. ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ശ്വാസകോശത്തിന് സ്വയം വികസിക്കാനോ അല്ലെങ്കിൽ സങ്കോചിക്കാനോ കഴിവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് പേശികളൊന്നും ഇല്ല. പിന്നെ ആരാണ് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്ന ഒരു പേശി പാളി നമ്മുടെ ലങ്സിന്റെ അടിയിലായിട്ടുണ്ട്. ആ ഡയഫ്രം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സാധനമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രവും പിന്നെ വാരയെല്ലിന്റെ ഇടയിൽ, നമ്മുടെ വാരയെല്ലുകൾക്കിടയിൽ കാണുന്ന ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയുന്ന ആ ഇന്റർകോസ്റ്റൽ പേശികളും ഡയഫ്രവും ചേർന്നിട്ടാണ് നമ്മുടെ ആ ഒരു ഔരസാശയം അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ബി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹീമോഗ്ലോബിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. ശരിയാണ്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിൽ സഹായിക്കുന്നു. ശരിയാണ്. ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. അതും ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? തെറ്റായ പ്രസ്താവന ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം തെറ്റുകളൊന്നുമില്ല, ഇവയെല്ലാം ശരിയാണ്. ക്ലിയർ? സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ ഹീമോഗ്ലോബിനൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാര്? എല്ലാവർക്കും അറിയായിരിക്കും. റെനെ ലെനക്ക് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക്. വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ ശ്വേത രക്തകോശങ്ങൾ എത്ര തരത്തിലുണ്ട്? ശ്വേത രക്തകോശങ്ങൾ 5 തരത്തിലുണ്ട്. ഓക്കെ, 5 തരത്തിലാണ് ശ്വേത രക്തകോശങ്ങൾ ഉള്ളത്. ഓക്കെ അല്ലേ? 5 തരത്തിൽ. അതൊക്കെ പഠിക്കാം കേട്ടോ, നമുക്ക് വഴിയെ പഠിക്കാം ഏതൊക്കെയാണ്. പാറ്റയിലെ ഹൃദയറകളുടെ എണ്ണം. പാറ്റയിലെ ഹൃദയറകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 13. പാറ്റയിലെ ഹൃദയറകളുടെ എണ്ണം എത്രയാണ്? 13. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അളവിൽ മാറ്റമില്ലാത്ത ഘടകം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അളവിൽ മാറ്റമില്ലാത്ത ഘടകം നൈട്രജൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് നൈട്രജൻ ആണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. തെറ്റായത്: നിശ്വാസവായുവിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു. ഉച്ഛ്വാസവായുവിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു. നിശ്വാസവായുവിലും ഉച്ഛ്വാസവായുവിലും ജലബാഷ്പമുണ്ട്. നിശ്വാസവായുവിൽ ജലബാഷ്പം 15%. ഇതിലെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. അതിന്റെ കാരണം എന്താണെന്ന് കാണിച്ചു തരട്ടെ. അതിന്റെ കാരണവും തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന്റെ കാരണവും കാണിച്ചു തരാം. ഉച്ഛ്വാസവായു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ഉച്ഛ്വാസവായു. നിശ്വാസവായു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതാണ് നിശ്വാസവായു. അപ്പൊ ഇവിടെ നോക്കൂ, ഈ രണ്ടിലും ഓക്സിജൻ ഉണ്ടല്ലോ. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഓക്സിജൻ ഉണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ്? നൈട്രജൻ. 78% നമ്മുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ്. 21% നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ആണ്. അറിയാലോ? ഓക്കെ, ശരി. ഈ പറയുന്ന നൈട്രജൻ 78%. നമ്മളിപ്പോൾ വായു നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഓക്സിജൻ മാത്രമുള്ള ഒരു സ്ഥലം ഉണ്ടോ നമ്മുടെ അന്തരീക്ഷത്തിൽ? എങ്കിൽ പിന്നെ നമുക്ക് അവിടെ മാത്രം പോയി ഒന്ന് ഓക്സിജൻ എടുത്താൽ പോരെ?
അങ്ങനെയല്ലേ? അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പൊ ഈ 78% നൈട്രജൻ അതേപോലെ തന്നെ 78% നമ്മൾ എടുക്കുന്ന ആ വായുവിൽ ഉണ്ടാകും. പക്ഷെ അതേ അളവ് തന്നെ എന്ത് ചെയ്യും? നമ്മൾ നിശ്വസിക്കുന്ന സമയത്ത് പുറത്തേക്കും പോകും. അപ്പോൾ ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഒട്ടും മാറ്റമില്ലാതെ നിൽക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. ഓക്കെ, അത് നൈട്രജൻ ആണ് 78%. ഓക്സിജൻ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള 21% ഓക്സിജൻ നമ്മൾ ഉച്ഛ്വാസവായു എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിലൊരു 15% പുറത്തേക്ക് പോകുന്നുമുണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് 0.04% കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വരുന്നു. ഒരു 4% അത് എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് പോകുന്നു. ജലബാഷ്പം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 0.96% ആണ് ഉള്ളിലേക്ക് വരുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ ഒരു 3% പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ജലബാഷ്പം ഉണ്ടോ എന്ന് സംശയമുള്ള ആൾക്കാർ ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നിശ്വസിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ജലബാഷ്പം കാണാൻ പറ്റില്ലേ? നമ്മൾ നിശ്വസിക്കുന്ന സമയത്ത് അതിൽ വെള്ളമാകുന്നത് നമുക്ക് അറിയാൻ പറ്റും. ജലബാഷ്പം ഉണ്ട്, ഉച്ഛ്വാസവായുവിലും ഉണ്ട്, നിശ്വാസവായുവിലും ഉണ്ട്. ആൻസർ ഡി ആണ് ഇവിടെ തെറ്റായത്. അടുത്തത് സാധാരണ ഹൃദയസ്പന്ദന നിരക്ക്, ഹൃദയത്തിന്റെ റേറ്റ്, ഇതിലേതാ ശരി? പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായിരിക്കും. പുരുഷന്മാരിൽ ഒരു 70 മുതൽ 72 വരെ ആയിരിക്കും പുരുഷന്മാരുടെ ഹൃദയത്തിന്റെ ആ ഒരു റേറ്റ്, സ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. സ്ത്രീകളിൽ അതൊരു 78 മുതൽ 82 വരെ സ്ത്രീകളിൽ വരാറുണ്ട്. സ്ത്രീകളിൽ ഹൃദയസ്പന്ദന നിരക്ക് ഒരിച്ചിരി കൂടുതലാണ്. ഓക്കെ, ഒരിത്തിരി കൂടുതലാണ്. അപ്പൊ അതാണ് അവിടുത്തെ ആൻസർ. അടുത്ത 24, മത്സ്യത്തിന്റെ ഹൃദയറകൾ എത്രയാണെന്നറിയോ? മത്സ്യത്തിന്റെ ഹൃദയറകൾ 2 ആണ്. മത്സ്യത്തിന്റെ ഹൃദയറകൾ 2. അപ്പോൾ മണ്ണിരയ്ക്കാണെങ്കിൽ, ജസ്റ്റ് ടെക്സ്റ്റുള്ള ഒരു ചിത്രം കൂടി നോക്കാം. മണ്ണിരയ്ക്കാണെങ്കിൽ 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. 5 ജോഡി പാർശ്വഹൃദയം എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഹാർട്ട് ആണ്. 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. പാറ്റയ്ക്ക് 13 ആണ്. മത്സ്യത്തിന് 2 ആണ്. ഇനി നമ്മുടെ ഉരകങ്ങളുണ്ടല്ലോ, ഉരകങ്ങൾ, നമ്മുടെ പല്ലി, അങ്ങനത്തെ ഉരകങ്ങൾക്ക് റെപ്റ്റൈൽസിന് 3 ഹൃദയറയാണുള്ളത്. പക്ഷേ നമ്മുടെ മുതലയുണ്ടല്ലോ 4 ഹൃദയറ. മനുഷ്യൻ എത്രയാ ഹൃദയറ? മനുഷ്യന്റെ ഹൃദയറ എത്രയാണ്? മനുഷ്യന്റെ ഹൃദയറ 4 ആണ്. അപ്പൊ നമ്മളെ പോലെ 4 ഹൃദയ അറകളുള്ള ഒരേ ഒരു ഉരകം അല്ലെങ്കിൽ റെപ്റ്റൈൽ ഏതാന്ന് വെച്ചാൽ അത് മുതലയാണ്. 4 ഹൃദയ അറയുള്ള ആളാണ് മുതല. പക്ഷികൾക്കാണെങ്കിൽ നമ്മളെ പോലെ തന്നെ 4 ഹൃദയ അറകൾ പക്ഷികൾക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്തരം, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്തരം ഏതാണ്? പെരികാർഡിയം ആണ്. ഓക്കെ, പെരികാർഡിയം, പെരികാർഡിയം കേട്ടോ, പെരികാർഡിയം ഇരട്ടസ്തരമാണ് പെരികാർഡിയം. ഓക്കെ, അപ്പോൾ 25-ൽ എത്ര മാർക്ക് കിട്ടി എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. എത്ര മാർക്കാണ് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ആ PDF ഒന്നും കൂടി വായിച്ചു നോക്കുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും ഈ പോർഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. SCERT കില്ലറിന്റെ കഴിഞ്ഞ സയൻസിലെ സീരീസ് 2 കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്